ഒരു ഐറ്റം കൂടി നമുക്ക് പ്രകടിപ്പിച്ചാലോ? നമുക്ക് ഒരു വെറൈറ്റി ജാനകിയമ്മയുടെ ശബ്ദത്തില്, ജാനകിയമ്മയുടെ ശബ്ദം, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ പാട്ടില്ലേ, മഞ്ഞുമൽ ബോയ്സിലെ പാട്ട്. അതെ അതെ. ജാനകിയമ്മ. ഉണ്ടാന കായമെങ്കും തന്നാലെ മാറിപ്പോനെ മായമണ്ണ് പൊന്മാനെ പൊന്മാനെ എന്നെ കായமான போதும் என் மேனி தாங்கிக் கொள்ளும் இந்த மேனி தாங்காது சென்றேனே இந்த காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழகு வந்தது உந்த சோகம் என்னை தாக்கும் என்னென்றும் போது வந்து அழகு நின்றது மனிதன் உணர்ந்து கொள்ளு இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது. വിളിച്ചു. ഇതൊക്കെ വൈഫിനെ പോയി ഇടയ്ക്ക് കളിപ്പിക്കാറുണ്ടോ? ഫോൺ വിളിച്ച്? ഇല്ല ഇല്ല, അങ്ങനൊന്നുമില്ല. ഫോൺ വിളിച്ചാലും ഈ സംസാരിക്കുമ്പോഴും സ്ത്രീ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, കുറച്ചൊക്കെ വരും. പാടുമ്പോഴാണ് ഈ സ്ത്രീ ശബ്ദം വരിക. അല്ലാതെ ഫോണിൽ വിളിച്ചിട്ട് ഹലോ ഹലോ അങ്ങനെ സംസാരിക്കാം. ഞാൻ സംസാരിച്ചിട്ടില്ല. ഹലോ എന്താ വിശേഷം അങ്ങനെയൊക്കെ ഫീമെയിൽ പറയാം. ചില ചങ്ങാതിമാരെയൊക്കെ വേണമെങ്കിൽ വിളിച്ച് നമ്പറിട്ട് പറ്റിക്കാം അല്ലേ? ഹലോ സുപ്രിയാണ് അല്ലേ? കൊള്ളാം. അപ്പോൾ താങ്ക് യു അരുൺ. അപ്പോൾ ഇന്നത്തെ ഈ പുതുവത്സരത്തിന്റെ ദിവസം വളരെ ധന്യമാക്കി. അപ്പോൾ വിവിധ ഐറ്റങ്ങൾ കേട്ടു. അതിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 ആയത് ഈ ഇല്യൂമിനാറ്റി എന്ന കവിതയാണ് അല്ലേ? അത് വിളിച്ചു. ആ കവിത എഴുതിയത് ആരാണെന്ന് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. അത് ആവേശം എന്ന സിനിമയിലെ പാട്ടാണ് ഇല്യൂമിനാറ്റി. അടിച്ചു പൊളിച്ചു പാടുന്നൊരു പാട്ട് മനോഹരമായ കവിതയാക്കി മാറ്റി. ഒരു വരിയും കൂടെ ഒന്ന് ചൊല്ലാമോ? ഒരിക്കലും കേട്ടിട്ട് അതും എനിക്ക് കൊതിയ തീരുന്നില്ല. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ. പൊളിച്ചു.